കൊളീജിയം സംവിധാനത്തിലെ സുതാര്യതക്കുറവ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ. ജഡ്ജിമാരുടെ നിയമനത്തിലും സ്ഥലം മാറ്റത്തിനും വ്യക്തമായ കാരണങ്ങൾ വെളിപ്പെടുത്താത്തത് അർഹരായ ജഡ്ജിമാർക്ക് അർഹമായ അംഗീകാരം നിഷേധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. വിധി സെന്റർ ഫോർ ലീഗൽ പോളിസിയുടെ ജുഡീഷ്യൽ സുതാര്യതയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രകാശനം ചെയ്യവേ മുഖ്യപ്രഭാഷണം നടത്തവെയായിരുന്നു ജസ്റ്റിസ് ഭുയാന്റെ ഈ പരാമർശങ്ങൾ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെയൊരു വിമർശനം ഉന്നയിച്ചത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജുഡീഷ്യൽ നിയമനങ്ങൾ നടത്തുന്ന കൊളീജിയം സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജി. നിയമനങ്ങളിൽ സുതാര്യതയില്ലാത്ത പക്ഷം ഭരണഘടനയോട് കൂറില്ലാത്തവരും സമൂഹത്തിൽ വിഭാഗീയതയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നവരും ഉന്നത പദവികളിലെത്തിയേക്കാമെന്നാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ ചൂണ്ടിക്കാട്ടിയത്. സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള സംവിധാനമാണ് കൊളീജിയം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന 4 ജഡ്ജിമാരുമാണ് ഇതിലെ അംഗങ്ങൾ. ജഡ്ജിമാരുടെ നിയമനം, സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം എന്നിവയിലെല്ലാം സുപ്രധാന പങ്കുവഹിക്കുന്ന കൊളീജിയത്തിന്റെ സുതാര്യതയെക്കുറിച്ച് മുൻപും വിമർശനങ്ങളുണ്ടായിരുന്നു. അതിനിടെയാണ് ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജി തന്നെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുന്നത്. സമീപകാലത്തായി ജഡ്ജിമാരുടെ സ്ഥാനക്കയറ്റത്തിന് കൊളീജിയം ശുപാർശ ചെയ്യുമ്പോൾ അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നില്ല എന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ പറയുന്നു. അതായത്, ഒരു ജഡ്ജിക്ക് ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ സ്ഥാനക്കയറ്റം നൽകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കപ്പെടുന്നില്ല. ഭരണഘടനാ സ്ഥാപനമായ കോടതികളിലേക്ക് വ്യക്തികൾ ശുപാർശ ചെയ്യപ്പെടുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ ഇതിടയാക്കുന്നു എന്നതാണ് അദ്ദേഹം ഉയർത്തുന്ന ഒരു പ്രശ്നം. മറ്റൊന്ന്, അർഹരായവരാണെങ്കിൽ പോലും അവരുടെ നേട്ടങ്ങളും യോഗ്യതകളും പുറം ലോകം അറിയാതെ പോകുന്നു എന്നതാണ്. ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജി പദവിയിലിരിക്കെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെ ഉറുമ്പുകൾ എന്ന് വിശേഷിപ്പിച്ചത് എടുത്തു പറഞ്ഞ അദ്ദേഹം നിയമന പ്രക്രിയയിലെ സുതാര്യതയില്ലായ്മയുടെ ഫലമാണിതൊക്കെ എന്നും സൂചിപ്പിച്ചു. സുപ്രീം കോടതിയുടെ മുൻ വിധിന്യായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സുതാര്യതയില്ലായ്മയെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം വാദിച്ചു. ജുഡീഷ്യറിയിലുള്ള ജനവിശ്വാസം നിലനിർത്തുന്നതിന് സുതാര്യത അടിസ്ഥാന ആവശ്യമാണ് എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ജഡ്ജിമാരെ നിയമിക്കുന്ന പ്രക്രിയ രഹസ്യമായി തുടരണമോ അതോ കൂടുതൽ സുതാര്യത ആവശ്യമാണോ എന്ന കാലങ്ങളായുള്ള ചർച്ചകൾക്ക് പുതിയ ജീവൻ നൽകുന്നതാണ് ജസ്റ്റിസ് ഭുയാന്റെ ഈ പ്രസ്താവന. അടുത്തിടെയും അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങൾ വൻ ജനശ്രദ്ധ നേടിയിരുന്നു. ഗംഗയിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനിടെ ചിക്കൻ ബിരിയാണി കഴിച്ചതിന്റെ പേരിൽ മുസ്ലിം വിദ്യാർത്ഥികൾ അറസ്റ്റിലായ സംഭവത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മുൻപ് രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗംഗാ നദിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു സംഘം മുസ്ലിം വിദ്യാർത്ഥികൾ നോമ്പുതുറ സമയത്ത് ചിക്കൻ ബിരിയാണി കഴിച്ചതിനാണ് 14 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ നടപടിയെയാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ പരസ്യമായി വിമർശിച്ചത്. മാത്രമല്ല, പരിസ്ഥിതി വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്നവരെയും ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയും പലപ്പോഴും കുറ്റവാളികളെ പോലെ പരിഗണിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. കേസുകളിൽ പിന്നീട് കോടതികൾ ജാമ്യം അനുവദിക്കുന്നുണ്ടെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ ജയിലിൽ കഴിയേണ്ടി വരുന്നത് ഒരു പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം വലുതാണെന്നും സമാധാനപരമായ പ്രതിഷേധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ പ്രധാന ഘടകങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.